സഭയിൽ സർക്കാരിന്റെ അവഗണന രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വികസന കാര്യങ്ങളിൽ ചില പ്രത്യേക പ്രദേശങ്ങളോടുള്ള രണ്ടാം കൊടിയിലെ സർക്കാരിന്റെ സ്വഭാവം എടുത്തു പറഞ്ഞു. അതിനൊപ്പം തന്നെയായിരുന്നു ആശമാർക്ക് വേണ്ടി സംസാരിച്ചതും. ശക്തമായ ഭാഷയിൽ ആശാ വർക്കർമാരുടെ പ്രശ്നവും ഒപ്പം മെഡിക്കൽ കോളേജിലെ അവശ്യ വസ്തുക്കളെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങളിൽ സ്പീക്കർ ഷംസീർ പോലും പൊട്ടിച്ചിരിച്ചു പോയി. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. 10 മിനിറ്റ്. സർ, ഞാനിതിനെ എതിർക്കുകയാണ്. ഒറ്റവാക്കിൽ നിർത്തുന്നു. സർ, ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇവിടെ ചില വകുപ്പുകൾക്ക് കാശ് കൊടുക്കും, ചില വകുപ്പുകൾക്ക് കാശേ കൊടുക്കില്ല. സാർ, ഇവിടെ KSRTC അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഡിപ്പോകളുടെ വർക്ക്ഷോപ്പുകളുടെയും നവീകരണത്തിനും 30 കോടി രൂപ ബജറ്റ് വിഹിതം വെച്ചു. സാർ, അവർക്ക് കൊടുത്തത് 6.63 കോടി രൂപ മാത്രം. അവരെത്ര ചെലവഴിച്ചു അത് വേറെ പ്രശ്നം, അത് ആ ഡിപ്പാർട്ട്മെൻറ്റാണ്. സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം, ഗവേണൻസ് 20 കോടി രൂപ ബജറ്റ് വെച്ചു. അവർക്ക് 5.51 കൊടുത്തത്, 5.41 അവർ ചെലവഴിച്ചു. സാർ, ഇതൊക്കെ ഈ നിയമസഭയിൽ തന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പോൾ ചില വകുപ്പുകൾക്ക് പണം കൊടുക്കും, ചില വകുപ്പുകൾക്ക് കണക്ക് കൊടുക്കില്ല. ഇപ്പോൾ ശ്രീ സലാം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ധാരാളം പണം മറ്റേ വകുപ്പിന് കൊടുത്ത്, ഞാൻ വകുപ്പിൻ്റെ പേരൊന്നും പറയുന്നില്ല. പക്ഷെ ചിലരോട് ചിറ്റമ്മ നയം എടുക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ പ്രസക്തമായ ചോദ്യം. ഇവിടെ സാർ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണ്ടേ? സാർ, എനിക്ക് നേരിട്ടൊരു അനുഭവമുണ്ട്. സാർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രമെന്ന് പറയാൻ കഴിയുന്ന 19 ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന ഒരു ജില്ലയിൽ അതുവഴി കടന്നു പോകുന്നവർക്കെല്ലാം അറിയാം അവിടെ ഒരു സ്കൈ വോക്ക് നിൽപ്പുണ്ട്. സാർ, 10 കൊല്ലമായി കാത്തിരിക്കുകയാണ്. സാർ, അത് 2015 നവംബറിൽ നാഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ അതിൻ്റെ ട്രാഫിക് വികസന പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ അത് രൂപകൽപ്പന ചെയ്തതാണ്. അന്ന് മുതലുള്ള വർക്ക് മുന്നോട്ട് പോകുന്നതാണ്. സർ, ഇവിടെ പാസഞ്ചർ കാർ യൂണിറ്റ് ഏറ്റവും തിരക്കേറിയ സമയത്തുള്ള പരിശോധന 40,000 അതുവഴി കടന്നു പോകുന്നത്. സർ, ഗതാഗത വകുപ്പിൻ്റെ 9/1/2015 GORT നമ്പർ 565/2015 അതിൻ്റെ ഉത്തരവ് പ്രകാരം അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്തു. അതിനുശേഷമുള്ള ടെക്നിക്കൽ സാങ്ഷൻ കൊടുത്തു. അത് വർക്ക് ഓർഡർ കൊടുത്തു. അവർക്ക് വർക്ക് ആരംഭിച്ചു എന്ന് മാത്രമല്ല 5,18,00,000 രൂപ അനുവദിച്ചതിൽ 2 കോടി രൂപ അവർ പണിയും ചെയ്തു, അത് കൊടുക്കുകയും ചെയ്തു. സാർ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നതിന് ശേഷവും പിന്നീട് അത് മുന്നോട്ട് പോകാൻ പറ്റുമോ? സാർ, നാളിതുവരെ 2,16,04,937 രൂപ അതാണ് അവർ ചെയ്തു തീർത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് അതവിടെ നോക്കുകുത്തി പോലെ നിൽക്കുകയാണ്. സാർ, നമ്മളുടെ ഗവൺമെൻറ്റിലെ എല്ലാ മന്ത്രിമാരും അതിന് ചുറ്റും പോകുന്നതല്ലേ? എല്ലാ ആളുകളും പോകുന്നതല്ലേ? സാർ, എനിക്ക് പല അനുഭവങ്ങളുണ്ട്. കോടിമതൊരു പാലം ഇപ്പം അതിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടി 10 കൊല്ലം കാത്തിരുന്നു. ഇപ്പം അപ്രോച്ച് റോഡ് ഏറെക്കുറെ ഇങ്ങനെ മെല്ലെ 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 നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാർ, വെള്ളമില്ലാതെ ജനങ്ങൾ വിഷമിക്കുമ്പോൾ അവിടെ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് അതിൻ്റെ പണി 6 തൂണ് വാർത്തു. 6 തൂണ് വെള്ളത്തിൽ ഇപ്പോൾ ഒന്നുമില്ല, വെള്ളം വേറെ ഒഴുക്കി പോവുകയാണ്. സാർ, എന്തിനാണ് ഇങ്ങനെ പ്രതികാരം കാണിക്കുന്നത്? ശരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ അതേ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഇവിടെ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ഈ പ്രദേശവും കേരളത്തിൻ്റെ ഭാഗമല്ലേ? ഞങ്ങൾക്കും അതിനുള്ള ബാധ്യതകളിൽ ഞങ്ങൾക്കും അത് ഉണ്ടാകേണ്ടതല്ലേ? സാർ, എന്തിനാ കേരളത്തെ നിങ്ങൾ 2ആയി ഡിവൈഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, ഇഷ്ടപ്പെടാത്ത സ്ഥലം. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA മാർ, പ്രത്യേകിച്ച് CPM MLA മാർ, അത് 150 കോടി, 250 കോടി, 350 കോടി ഇങ്ങനെ വാശിക്ക് ലേലം വിളിച്ച് പറഞ്ഞു പോകുന്നത് ഈ റെക്കോർഡിൽ തന്നെയുണ്ട്. സാർ, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് അനുവദിച്ചതെങ്കിലും ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയുള്ള ദയ കാണിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സാർ, അത് ചെയ്യാതിരിക്കുന്നതിന് എന്താ കാരണം? 7 വർഷത്തിന് ശേഷം ഉണ്ടായ മെറ്റീരിയൽ കോസ്റ്റും അനുബന്ധ ചെലവുകളും വർദ്ധിച്ചതുകൊണ്ട് KRSA അനുവദിച്ച 5,18,00,000 രൂപയിൽ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും അതിനധികം ആവശ്യമായി വരുന്ന 1,65,00,000 രൂപ MLA ഫണ്ടിൽ നിന്ന് കൊടുക്കാമോ എന്ന് എനിക്ക് ജില്ലാ കളക്ടർ എനിക്ക് കത്തെഴുതി.
സാർ ആ കത്തെഴുതിയിരിക്കുന്നത് 11/5/2022. അപ്പോൾ ഒരു ട്രബിളും ഇല്ല, മറ്റൊരു പ്രശ്നവും ഇല്ല. അവിടെ ഈ പോരായ്മ, ഈ ഗ്യാപ്പ് നികത്തണം. ആ ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടിയ തുക MLA ഫണ്ടിൽ നിന്ന് തരാമോ? അത് ഗവൺമെന്റിനെ സേവ് ചെയ്യാനാണ്. കാരണം 5,18,00,000 രൂപ അതിനേക്കാൾ അധികം വരുന്നത് കൊണ്ട് ഈ അധിക ചെലവ് MLA ഫണ്ടിൽ നിന്ന് തരാമോ എന്നാണ് എന്നോട് ജില്ലാ കളക്ടർ കത്തെഴുതി ചോദിച്ചത് 2022. സാർ, ജില്ലാ കളക്ടറുടെ ആവശ്യം മുഖവിലേക്കെടുത്ത് പ്രസ്തുത തുക MLA ഫണ്ട്, സാർ ഇവിടെ ഇരിക്കുന്ന MLA-മാർക്ക് എല്ലാവർക്കും അറിയില്ലേ, ഒരു MLA-യുടെ ഫണ്ടിൽ നിന്ന് ഇത്രയും വലിയ തുക ഒരു കാര്യത്തിന് വേണ്ടി കൊടുക്കാൻ നമുക്ക് കഴിയുമോ? എന്നാൽ പോലും ജനങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ആ ചോദിച്ച തുക കൊടുക്കാം എന്ന് ഞാൻ കളക്ടർക്ക് മറുപടി കൊടുത്തു. സാർ, സ്കൈവോക്ക് പദ്ധതി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പൊതു താൽപര്യ ഹർജി ഇതിനിടയ്ക്ക് ഹൈക്കോടതിയിൽ പോയി. സാർ, ഹൈക്കോടതി ഈ കാര്യത്തിനകത്ത് ഇടപെട്ടു. സാർ, ഹൈക്കോടതി ഇടപെട്ട് ഈ ഹർജി 28/1/2022 മുമ്പായി പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കി. സാർ, ഹൈക്കോടതി ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. സാർ, ആ ഉത്തരവിനകത്ത് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളുടെ ഹൈക്കോടതി ജഡ്ജി PV കുഞ്ഞികൃഷ്ണൻ ജഡ്ജ്, അദ്ദേഹത്തിന്റെ ഓർഡറാണ്. I think the time can be extended on condition that no extension petition will be early extension. ഗവൺമെന്റ് ചോദിക്കുക, ഇനിയും ഞങ്ങൾക്ക് സമയം വേണമെന്ന് ചോദിക്കാനുള്ള ശ്രമം വന്നപ്പോൾ no extension petition will be entertained by this court. Therefore, the time is extended for further period of 5 months from 6/3/2023 on condition. Sir, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. On condition that no further extension petition will be entertained by this court. The petitioners will also see that the entire work is completed within the above period. Sir, ഇങ്ങനെയൊരു കോടതിയുടെ ഉത്തരവും ഇതുപോലുള്ള നടപടികളും എന്നോട് ചോദിച്ച അത്രയും തുക കൊടുത്തിട്ടും ഇതിന് 5 കോടി 18 ലക്ഷം രൂപയിൽ ഏതാണ്ട് 3 കോടിയിൽ ചില്ലുവാനും അവിടെ ബാലൻസ് ഗവൺമെന്റിൽ ഇരിക്കുകയും ചെയ്തിട്ടും സാർ, ഇതുപോലെ ഒരു മഹാപ്രസ്ഥാനം എന്തിനാണ് ഇല്ലാതാക്കുന്നത്? സാർ, അവിടുത്തെ ജനങ്ങളുടെ ഒരു മോഹമില്ലേ? ഞാൻ അതാ പറഞ്ഞത്, ആ ജില്ലയില് 19 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ ഒരു മോഹമില്ലേ? ആ ജില്ലയുടെ തലസ്ഥാനമല്ലേ? ഇതെല്ലാം നമുക്കൊരു പ്രൗഢായി നിൽക്കുന്നതല്ലേ? സാർ, മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്കിനോട് ഞാൻ വീണ്ടും പറയുകയാണ്, ഞങ്ങൾ വികസനത്തിന്റെ കാര്യത്തിൽ വിവേചനമില്ല എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ഇവിടെ ഇല്ല എങ്കിലും ഞാൻ റെക്കോർഡിന് വേണ്ടി പറയുന്നു, അങ്ങനെ വിവേചനമില്ല എന്ന് വരികിൽ എന്തുകൊണ്ട് ഇത് തീർത്തുകൂടാ? ഇതിനോട് മാത്രം ഒരു വിവേചനം കാണിക്കുന്നത് എന്തിനാണ്? അപ്പൊ വിവേചനരഹിതമായ ഒരു ഗവൺമെന്റ് ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ദയവായിട്ട് ഇത് വിവേചനത്തിൽപ്പെടുത്താതെ ഇത് ആളുകൾക്കുള്ള ഒരു പ്രത്യേകമായ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കി ഒരു സാംസ്കാരിക തലസ്ഥാനത്ത് ആരംഭിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം പാതി വഴി നിന്നു പോകാതിരിക്കുന്നതിനുള്ള നടപടിയെടുക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി ഞാൻ പറഞ്ഞു. സാർ, ഇവിടെ എല്ലാ ആളുകളും രാഷ്ട്രീയത്തെക്കുറിച്ച് പറയണം. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം പറയാനിരുന്നതല്ല. കാരണം നമ്മളുടെ ആരോഗ്യം, ഗതാഗതം, ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്തിനാ രാഷ്ട്രീയം പറയേണ്ടത്? അത് നമുക്ക് പൊതുവായിട്ടുള്ള കാര്യം അല്ലേ? അതുകൊണ്ട് അതിനകത്ത് ഒതുങ്ങി നിൽക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്. സാർ, ഇവിടെ ചില ആളുകൾ കൊല്ലം സമ്മേളനം കഴിഞ്ഞപ്പോൾ അവരുടെ ഗർവങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. അവർ 3 ബസ്സിലുമായിട്ടാണ് നിൽക്കുന്നത്. ഇതെല്ലാം കീഴടക്കുമെന്നൊരു മട്ടിലാണ് നിൽക്കുന്നത്. സാർ, കൊല്ലത്ത് ഇത്രയും കൊടി കെട്ടാനായിട്ട് കാശുണ്ടായ പോരെ, വേറെ എന്തെങ്കിലും വേണോ? സാർ, ഇത്രയും കൊടി കെട്ടാൻ ആർക്കാ പാട്? ഇപ്പൊ ഞാൻ പറയുന്നു, നമ്മുടെ കേരളത്തിൽ പച്ച പിടിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും അവിടെ ഇത്രയൊക്കെ കൊടിയൊക്കെ കെട്ടാൻ പറ്റുകയല്ലേ? അപ്പൊ കൊടിയല്ല പ്രശ്നം, ആഘോഷമല്ല പ്രശ്നം, ജനങ്ങളുടെ തിങ്കിങ് ആണ് പ്രശ്നം, ജനങ്ങളുടെ കൺവിക്ഷനാണ് പ്രശ്നം. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. സാർ, എനിക്ക് ആരോഗ്യ വകുപ്പിനെ കുറിച്ച് മതിപ്പ് കുറവൊന്നുമില്ല സാർ. പക്ഷേ നമ്മൾ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ പോലും നൂലും
പ്ലാസ്റ്ററിങ്ങിനുള്ള സാധനവും ഒക്കെ മേടിച്ചുകൊണ്ട് എല്ലാമെന്ന് കുറിപ്പ് കൊടുത്തു വരികയാണ് സാർ. ഇതുപോലുള്ള ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല സാർ. ഇവിടെ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോ അവർക്ക് പഞ്ഞിയും നൂലും മേടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു കാലഘട്ടം സർസിപിയുടെ കാലത്ത് പോലും ഈ കേരളത്തിൽ ഇല്ലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത് സാർ. ദയവായിട്ട് അതൊന്ന് മാറ്റണം, ദയവായിട്ട് മാറ്റണം. ഞാനിത് വിമർശിക്കുകയല്ല, വിമർശിക്കാൻ വരുന്നതേ ഉള്ളൂ. അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള സന്ദർഭം അങ്ങ് വിനിയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം സാർ. ഒറ്റ വാക്കുകൂടി ഞാൻ പറയുന്നു, നമ്മളുടെ ഈ പാവപ്പെട്ട സ്ത്രീകൾ അവിടെ സെക്രട്ടേറിയറ്റിന്റെ നില കിടക്കുകയല്ലേ സാർ. എത്രയോ അവര് ഉന്നയിക്കുന്ന ഒരു ആവശ്യം നമ്മളുടെ വീട്ടിന്റെ പടിക്കൽ വന്ന് നമുക്ക് അവരോടൊരു സഹിഷ്ണുത കാണിക്കണ്ടേ സാർ. ആശാ വർക്കേഴ്സിനോട് ഇങ്ങനെ നിർദ്ദയമായി പെരുമാറേണ്ടത് അവരെന്നാ നിങ്ങളെ വിഴുകാൻ വരുന്ന ആളുകളാണോ? അവർ നിങ്ങളുടെ ഏതെങ്കിലും സ്ഥാപനജംഗ വസ്തുക്കൾ തട്ടിക്കൊണ്ടു പോകാൻ വരുന്നവരാണോ? അവര് പറയുന്ന അവർ ചെയ്തിട്ടുള്ള പണി എന്താ സാർ? അവർ ചെയ്തിട്ടുള്ള പണി എവിടെ? നമ്മുടെ അഴുക്കുചാല് നന്നാക്കുക, കക്കൂസ് മാലിന്യം വൃത്തിയാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക, വീട്ടിലെ ക്ലീനിങ് നടത്തുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കറിയാം നിങ്ങൾ സഹികെട്ടിരിക്കുകയായിരുന്നുള്ളത് എനിക്കിപ്പോ പിടികിട്ടി സാർ. ഇവര് ഒരു ആശ്വാസ ശബ്ദമാണ് ഞാൻ അവിടുന്ന് കേൾക്കുന്നത്. അതുകൊണ്ട് ആ പാവപ്പെട്ട ആളുകളെ ഇനി എന്നോട് കാണിക്കുന്ന ബഹളം പോട്ടെ. എന്നാ പിന്നെ ഈ ബഹളം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം പരിഹരിച്ചാൽ പോരെ? അവർക്ക് ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം പരിഹരിച്ചാൽ പോരെ? 7,000 രൂപയ്ക്ക് പകരം 21,000 വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അങ്ങ് അനുവദിച്ചാൽ അനുകൂലമാണെങ്കിൽ സാർ. ഇത് ഡിസ്ക്രിമിനേഷനാണ് സാർ. ഒറ്റ മിനിറ്റ് കൊണ്ട് തീർക്കും സാർ. ഇത് ഡിസ്ക്രിമിനേഷനാണ്. ഇതല്ല ഈ ഞാൻ പറഞ്ഞു വന്നത്. അതെ, അതുകൊണ്ട് ഇത്ര മോശമായ രൂപത്തിൽ അവരെ ഡീൽ ചെയ്യരുത്. അവർ വർഗ വിപ്ലവത്തിനെതിരല്ല, അവർ വർഗ വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുമല്ല. പക്ഷേ ആ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അടുത്ത തലമുറ നിങ്ങളെ സത്യം പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. അംഗം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു അംഗം. പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യും. സീനിയറോ ജൂനിയറോ പിന്നെ തീരുമാനിക്കാം. ഞങ്ങള് ആശാപ്രവർത്തകന്മാരുടെ സമരവുമായിട്ടോ ആശാപ്രവർത്തകർ ഞങ്ങൾ എതിരല്ല സമരത്തിന്. പക്ഷേ അവര് ഈ കേരളത്തിലെ കക്കൂസ് മാലിന്യം കോരുന്നവരാണ് എന്ന നിലയിൽ വളരെ അവരുടെ ആത്മാർത്ഥതയില്ലാത്തതിന്റെ പറഞ്ഞത് വികസിപ്പിക്കാതെ ഞാൻ പറഞ്ഞ കാര്യം വേറെ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യം വേറെ. ഞാനത് പിൻവലിക്കണം, ഞാൻ പിൻവലിച്ചു.